അവന് പണി അറിയാന്നുള്ളവൻ തന്നെ പ്രവീൺ ചന്ദ്രൻ. മോഹൻലാൽ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പടം പഴയ സുരേഷ് ഗോപിയുടെ രഞ്ജിത് പണിക്കറിന്റെ കണ്ട അതേ മോഡൽ, ആ പുതിയ ഒരു പ്രവീൺ ചന്ദ്രൻ. സുരേഷ് ഗോപി അഭിനയം ഓവറായിപ്പോയി. ഇത്രയും ഓവറാക്കണ്ടായിരുന്നു. ലേല സിനിമയായിട്ടല്ല ഇത്, മറ്റേ ചിന്താമണി കൊലക്കൊസില്ലേ, അതിന്റെ ഒരു വ്യത്യസ്ത അതായത് ആ പുതിയ പയ്യന്റെ പ്രവീൺ ചന്ദ്രൻ. ഇല്ല, നെഗറ്റീവ് തോന്നിയിട്ടില്ല, പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള. അതിനെ സെൻസർ ബോർഡ് അതിനെ പിടിച്ചു വെച്ച് ഇതിനെ നീട്ടി ഇത്രയും കാലാവധിയെ കൊണ്ടിട്ട് ആ പടത്തെ തൊലയ്ക്കാൻ വേണ്ടിയിരുന്നതാണ്. ഇവര് പറഞ്ഞതുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. കുഴപ്പമില്ല, വെറൈറ്റി ഉണ്ട്. അച്ഛന്റെ രോദന അല്ല, അതില് നിയമപരമായിട്ട് കിട്ടാവുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന വെറൈറ്റി ഉണ്ട്, അത് ട്വിസ്റ്റ് ഉണ്ട് അവസാനം. നല്ല സിനിമ കേട്ടോ, എല്ലാവരും വന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. സുരേഷ് ഗോപി കൊള്ളാം, കുഴപ്പമില്ല. പടത്തിന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു, പേരൊന്നും മാറ്റണ്ട. സൂപ്പർ പടം. തൊലച്ചതാണ്, നല്ല ഇടിയോട്ട് സൂപ്പറായി. നല്ലായിരുന്നു, നല്ല ഫിലിമായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ. സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, നല്ല മെസ്സേജാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത കുട്ടി ജാനകി എന്ന് പറയുന്ന കുട്ടി നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫിലിമാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട്. ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് നന്നായിട്ടുണ്ട്, അത്ര കുഴപ്പമില്ല. സുരേഷ് ഗോപി അഭിനയം ഓവറായിപ്പോയി. ഇത്രയും ഓവറാക്കണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു പവർ കാണിച്ചത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചിത്രമായിട്ട് കാണേണ്ട ഫിലിമാണ് ഇത്. എന്തായാലും ഇങ്ങനെയുള്ള കേസസ് വരുവാണെങ്കിൽ നല്ലതായിട്ട് വരട്ടെ എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ഇല്ല, നെഗറ്റീവ് തോന്നിയിട്ടില്ല, പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള. നല്ല പെർഫോമൻസ് ആണ് സാറിൻ്റെ ഒരു ആഫ്റ്റർ ഓൾ നല്ലൊരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന ഫിലിമാണ്. നല്ല ഫിലിമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഫിലിം ഇങ്ങനെ വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളൂ. പെർഫെക്റ്റ്. നല്ല പെർഫോമൻസ്, കണ്ടിരിക്കാനെല്ലാം വളരെ നല്ലൊരു സന്ദേശമുണ്ട്. ഒരു അച്ഛൻ്റെ രോദന, ഒരു അമ്മയുടെ നിസ്സഹായതയാണ്.